കുരുമുളകിൻ്റെ തരുവാ. എന്തായാലും സാധനം പൊളി, അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഋതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഏട്ടൻ തിരക്കിട്ട പണിയിലാന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇല്ല, 2-3 ഇരുന്ന് മാത്രം നന്നാക്കിയതിന് ശേഷം ആളും എല്ലാം പോയതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ എരുന്ത് ഫ്രൈ ആണ്. അപ്പോൾ നല്ല അടിപൊളി എരുന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ദേ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് വേവിക്കുമ്പോൾ തന്നെ നല്ല വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ ആ വെള്ളം കുറച്ച് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ദേ ഈ എരുന്തിൻ്റെ ഇറച്ചി വേറെ തോട് വേറെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യാണ്. നല്ല ഉള്ളി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതേ ഇങ്ങനെ എരുന്തിനെ വേറെ ഇറച്ചി വേറെ മാറ്റി എടുക്കുന്നുണ്ട്. കുറച്ച് സ്പീഡിലാക്കിയതാണ് വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഋതുസുദേ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേരെ നമ്മുടെ അടുത്തേക്ക് ഫോൺ എടുക്കാൻ പറയും. ഇരുന്നിന്റെ കൈയിടണം, നമ്മള് കഴിച്ചിട്ടൊന്നുമില്ല. പൊളിക്കാത്തല്ലൊക്കെ പൊളിച്ചോണ്ടുണ്ടാവുക. ഇത് ചൂട് ഇതാവുമ്പോഴേ ചൂട് തട്ടുമ്പോ ഇങ്ങനെ എന്തായി വരും, തുറക്കുന്നതാ കേട്ടോ. ഇതിനാണ് ഇരുന്ന് പറയാം. ഇതിന്റെ വലുതാണ് എന്ത് കടുക്ക. അത് പൊളിച്ചെടുത്തോ? അപ്പൊ നമ്മൾ എന്തുണ്ടാക്കുന്നേ? എരുന്ത് ഫ്രൈ. എന്തിനുള്ള എന്താ ഇറച്ചി എന്നറിയുന്നേ. അങ്ങനെ നമ്മളവിടെ എരുന്ത് വേറെ ഇറച്ചി വേറെ മാറ്റി വെക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി ഇതെല്ലാം നമ്മളിത് കുനുകുനാ അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി നല്ല സ്പെഷ്യലായിട്ടുള്ള നല്ല ഫ്രഷ് എരുന്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു പുളിപ്പ് വിട്ട് പോകാതിരിക്കാനാട്ടോ. പച്ചത് ചാലിയത്ത് പണിയായതുകൊണ്ട് ചാലിയത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് എരുന്ത് കടുക്ക എന്നൊക്കെ പറയുന്നത്. അപ്പം ഇന്നെന്തായാലും എരുന്ത് ഫ്രൈ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞേക്ക്. ഫ്രൈ. ആരാ സ്പെഷ്യല്? സനീഷിനില്ല, ഐശ്വര്യണ്ട് സ്പെഷ്യൽ. സ്പെഷ്യലായിട്ട് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കട്ടോ. ആട്ടി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനല്ല, അമ്മ. അപ്പം ഉള്ളി, പച്ചമുളക് എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുകിട്ട് കടകട പൊട്ടട്ടെ. വെളുത്തുള്ളി അതിനെല്ലാം ഞങ്ങൾ വെച്ച് പച്ചമുളക്, നെക്സ്റ്റ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി. കാണും മക്കളെ, കാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നോണ്ട് എല്ലാം ശരിയാവുന്നുണ്ട്. ആരളക്കാൻ വെച്ചല്ലേ കൊണ്ടാണ്. ചിലർക്ക് ഈ കടുക്ക ഫ്രൈ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ എരുന്ത് ഫ്രൈ ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും.
അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എരുന്ത് ഫ്രൈ അല്ലെങ്കിൽ കടുക്ക ഫ്രൈ എന്നൊക്കെ പറയുന്നത്. ഈ എരുന്ത് ഷെല്ലോട് കൂടി കറി വെക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ഷെല്ലുള്ള മീനുകൾ പൊതുവെ പറ്റാറില്ല. അപ്പം ചിലർക്ക് അത് ഫേവറേറ്റ് ആയിരിക്കും. എന്നെ പോലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും അതൊക്കെ. അപ്പം എന്തായാലും ഇത് ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ഒരു ഡിഷാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ട് അഭിപ്രായം പറയാം കേട്ടോ. സാധാരണ ഞാൻ ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ കുക്കറിൽ എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം ഒരു വിസിൽ വന്ന് പെട്ടെന്ന് തന്നെ അത് പൊക്കിയിട്ടാണ് ഫ്രൈ പാനിലേക്ക് ഇടാറ്. അപ്പം ഇന്നിപ്പം വീഡിയോ ഒക്കെ എടുക്കല്ലേ, കുറച്ചൊരു സെറ്റപ്പിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഫ്രൈ പാനിലേക്ക് ഓരോ സാധനങ്ങളും ഇതൊന്നും ഇട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളി വാടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മസാല ചേരുവകളൊക്കെ ഉള്ളി ഒന്ന് വാടി ആ ഒരു മൂപ്പ് മണമൊക്കെ പോയതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. എന്നാലും പച്ച ചുവന്ന് മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഉള്ളിയുടെ കടി അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ആ ഉള്ളി വാടുന്നവരെ കട്ട പോസ്റ്റാണ്. അപ്പം ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബുൾസൈ അടിച്ചാലോ. ഇറന്ന് ചിന്തിക്കേണ്ട, ഒരു ഫ്രൈ പാൻ എടുക്കുന്നു, വെക്കുന്നു, മുട്ടയെടുത്ത് അടിക്കുന്നു. അതിനിടയ്ക്ക് ഏട്ടൻ വൈപ്പും പൊട്ടിച്ചു. ഐശ്വര്യല്ല, ഐശ്വര്യ വൈപ്പ് പൊട്ടിച്ചിട്ടുള്ളത് മൊത്തത്തിൽ പൊട്ടിച്ചത് ഏട്ടനാ. അവിടെ ഒരു ഭാഗത്ത് എരുന്ത് ഫ്രൈ ആകുമ്പോൾ ഇവിടെ തിരക്കിട്ട പണിയിലാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഞാനൊന്ന് മോപ്പ് വലിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പൈപ്പ് ഷടപടാന്ന് പൊട്ടി വെള്ളം പുറത്തേക്ക് വന്നതാണ്. അപ്പം അത് നന്നാക്കുന്ന തിരക്കിലായിരുന്നു അവർ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം പച്ചമുളക് ഇട്ടത് കാരണം കുറച്ച് മുളകേ ഇടുന്നുള്ളൂ. ഇനി കുരുമുളകും കൂടി ഇതിലേക്ക് വരും. ഇതിനുള്ള കസ്തൂരിമേത്തി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടി, അതെല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മുടെ ഈ ഒരു എരുന്തിൻ്റെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേവി പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കളറ് നമുക്ക് വഴിയുണ്ടാക്കാം കേട്ടോ. ഈ ഒരു കളറും കൂടി നമുക്ക് കുറച്ചൊന്ന് ഡാർക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വഴിയുണ്ട്. അപ്പം നമ്മുടെ ഇത് എരുന്ത് കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കളറ് ഒരു അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലേൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു തീയിലൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ആ ഒരു ഫ്രൈയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നന്നായിട്ട് കളർ കിട്ടുന്നില്ല, ആ ഒരു എന്താ പറയുക വൈറ്റ് കളറൊന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രൈ പാനിൽ വേറെ തന്നെ നമ്മൾ ഈ ഒരു മുളക് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി അത് നമ്മൾ ഈ ഒരു ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു കളർ കിട്ടും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാലും മതി. ഞാൻ വെറുതെ ഇനിയപ്പോൾ അത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ട് സാധാരണ നോർമലി ഇങ്ങനെ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് നല്ല കളർ കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ മതി. അപ്പോഴേ നമ്മുടെ ഉള്ളിയും ഇരുന്തും നന്നായിട്ട് വാടി നല്ല മൂത്ത് ആ ഒരു പാത്രം തുറക്കുമ്പോൾ മോനെ അടിപൊളി സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിഷിനെ പറ്റി രണ്ട് വാക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഫേമസ് ഷെഫ് രവിലാഷ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നുമില്ല കേട്ടോ, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് രണ്ടാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് കൂടി കുറച്ച് പൂളയും അതുപോലെ തന്നെ ഈ ഒരു ഇരുന്ത് ഫ്രൈ കൂടി കൊടുത്തതാണ്. കടുക്ക മസാല അതേ ടേസ്റ്റ് അല്ല, അതേ മസാല അതേ ടേസ്റ്റ്. ഓനിപ്പോ വരൂടോ. ഓ മറന്നു കൊടുത്തണ്ടേ. പോയി ഒരു രക്ഷയില്ല. എത്രണ്ണോ? രണ്ടെണ്ണോ? ആ നാലെണ്ണോ വേണ്ട അല്ലേ? ഞാനാണ് ഇരുന്ന് തന്നത്. റാക്കിന്റെ പരസ്യം തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അമ്മനെ ഹെൽപ്പ് ചെയ്തത്. എന്ത് മുഴുവൻ നന്നാക്കി തന്നത് അമ്മന് ഷൊണ്ണാണ്. ആണ് കാലഘട്ടല്ലോ ഞാൻ അമ്മയെ വൈപ്പ് വേണ്ട വേണ്ട മുഴുവൻ കഴിക്കണ്ടല്ലോ. പറ്റുന്നില്ലല്ലോ. പഴയ ഷെഫാ. എന്തൊക്കെ തോന്നി? നല്ല മസാല. നല്ലൊരു ലുക്ക് ഉണ്ട്.
അത് പഠിച്ചു കഴിഞ്ഞപ്പോ റാക്കിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു കാണുന്നില്ല. പഴയ ഷെഫ്. ഗരം മസാല, മുളക് പൊടി, പിന്നെ കുരുമുളക്, പിന്നെ നല്ലോണം ഉള്ളി വാട്ടിയിട്ടുണ്ട്. വേറെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ എന്റെ സ്പെഷ്യലായിട്ട് എന്തോന്നുണ്ട്. എന്തിടോ അതുണ്ടല്ലോ, ഉള്ളി മസാല അല്ലല്ലോ, ഇത് ഇരുന്ന് മസാല അല്ലേ. പിന്നെ കസ്തൂരി മെത്തി. കസ്തൂരി മെത്തിയോ? അതിട്ടേക്ക് ഷെഫിന് അത് മനസ്സിലായില്ല. അതാണ് ഈ പറഞ്ഞ സാധനം കിട്ടാൻ. സാനോ കസ്തൂരി മെത്തി ഒന്നും പിടിക്കുന്നില്ല. തീരെയില്ല, കുരുമുളകിന്റെ തരുവാ. തീരെയില്ല. കിടന്നുപോയി ആൾക്കാ ക്ഷീണോ. എന്തായാലും സാധനം പൊളി, അടിപൊളി, എല്ലാരും പറഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതിന്റെ അപ്പോൾ അടുത്ത ഐറ്റംസ് ആയിട്ട് കാണാം. ഇന്നത്തെ സ്പെഷ്യല് എരുന്താണ് അല്ലേ? ഇന്നത്തെ എന്ത് സ്പെഷ്യൽ? ഐശ്വര്യ സ്പെഷ്യൽ. എരുന്ത് മാത്രല്ല, എന്തൊക്കെയുണ്ട്? ചക്കക്കുരുവിന്റെ കറി ഉണ്ട്, നല്ലതാണ്. പിന്നെ അമ്മേന്റെ നാരകം. പിന്നെ ഇരുന്നിങ്ങനെ എടുക്കുക, ചോറ് കൊയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊയ്ച്ചിട്ട് ഐശ്വര്യക്ക് ഇങ്ങനെ കൊടുക്കുക. അതെ, അടിപൊളിയോ, രക്ഷയില്ല, സ്വയം മൊത്തക്കി പറയില്ല, അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ. എത്രയാണ് ടേസ്റ്റ് ഒക്കെ? ഇനി ടേസ്റ്റ് ഒക്കെ വേണോ? ചേട്ടൻ കഴിച്ചോട്ടെ, ഞാൻ എനിക്ക് വേറെ തന്നെ ടേസ്റ്റ് നോക്കി എന്ത് എത്തൂസിന് ചവച്ച് കഴിക്കണേ. ചിക്കൻ എച്ചി കൂട്ടിയ എച്ചി ചിക്കൻ എന്താ അത് കടിച്ചു കുടിച്ചേ? അമ്മ ഭക്ഷണം കൊണ്ടുവരട്ടെ. നിന്ന് കടിച്ചു മുടിച്ചിരുന്ന ആള് അയ്യോ പിന്നെ കാണുന്നില്ലേ? വരാം. അപ്പം ഞാനും കൂടെ എടുത്തു വന്നിട്ടുണ്ട്. എനിക്ക് മീനൊന്നും ആവശ്യമില്ല. ഋതുസിന് വേണ്ടേ ചോറ്? ചുണ്ണാണ്. അപ്പം ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാം. അമ്മന്റെ മടിയിലിരുന്നോ. അമ്മ ഇരുന്ന് കൂട്ടിണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒക്കെ കണ്ടല്ലേ? ഇനി എന്റെ റെസിപ്പി ഒന്ന് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ എരിവ് കുറച്ച് വേണ്ടവർ കുറച്ച് കുരുമുളക് ഇട്ടാൽ മതി. ഞാൻ കുറച്ചധികം കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഏട്ടനെ എരിവ് പറ്റാത്തേ ഉള്ളൂ. അച്ഛനൊക്കെ നന്നായിട്ട് എരിവ് കൂട്ടുന്നോണ്ട് നന്നായിട്ട് കുരുമുളക് ഇട്ടു. പിന്നെ വേണ്ടമ്മ ചോറ് വയ്ക്കും. അപ്പൊ എന്തായാലും റിത്തും അപ്പയും കൂടി കഴിച്ചോട്ടെ. മീനും ചക്കക്കുരു വേണം. ടേസ്റ്റ് നോക്കിയാണ്. മീനും ചോറും കൂടെ തരാം. താവ് ഇരുന്ന് ഫ്രൈയും റെക്കോർഡിംഗ് ഒന്ന് അടിച്ചോ, ഓഫ് ആയിക്കോട്ടെ. ഞങ്ങൾ കഴിക്കട്ടെ. ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബൈ. ഫോട്ടോ